എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഈ വീഡിയോയിൽ പരിചയപ്പെടാൻ പോകുന്നത് കണ്ണൂർ ജില്ലയിലെ ചെറുകുന്നിൽ സ്ഥിതി ചെയ്യുന്ന ശ്രീ അന്നപൂർണേശ്വരി ക്ഷേത്രത്തെക്കുറിച്ചാണ്. വിശപ്പിനെ അകറ്റുന്ന മാതാവായി ആരാധിക്കപ്പെടുന്ന ചെറുകുന്ന് ശ്രീ അന്നപൂർണേശ്വരി ദേവി പാർവതി മാതാവിൻ്റെ അവതാരമായാണ് വിശ്വസിക്കപ്പെടുന്നത്. ഇവിടെ പ്രധാനമായും ശ്രീകൃഷ്ണ ഭഗവാനെയും അന്നപൂർണേശ്വരി ദേവിയെയും ആരാധിക്കുന്നു. ചെറുകുന്ന് എന്ന പേര് ലഭിച്ചതിന് പിന്നിൽ ഒരുപാട് ഐതിഹ്യങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അതിൽ ഒന്നനുസരിച്ച് പണ്ട് ക്ഷേത്രത്തിലെത്തുന്ന ഭക്തർക്ക് വലിയ കൂമ്പാരങ്ങളായി ചോറ് പ്രസാദമായും അന്നദാനമായും നൽകിയിരുന്നു. ചോറ് എന്നത് പാകം ചെയ്ത് ഭക്ഷണത്തെയും, കുന്ന് എന്നത് കൂമ്പാരം അല്ലെങ്കിൽ കുന്നിനെയും സൂചിപ്പിക്കുന്നു. അങ്ങനെ ചോറ് കുന്ന് എന്ന പേര് കാലക്രമേണ സംസാര ഭാഷയിൽ മാറി ചെറുകുന്ന് എന്നായി എന്നാണ് ഒരു വിശ്വാസം. മറ്റൊരു അഭിപ്രായമനുസരിച്ച് ചെറു എന്നത് ചെറിയതെന്നും കുന്ന് എന്നത് കുന്നെന്നുമാണ് അർത്ഥം. ഈ പ്രദേശത്തിന് ചുറ്റും 5 ചെറിയ കുന്നുകൾ ഉണ്ടായിരുന്നതിനാലാണ് ചെറുകുന്ന് എന്ന പേര് ലഭിച്ചതെന്നും പറയപ്പെടുന്നു. കൂടാതെ ഈ അമ്പലത്തിൽ മറ്റൊരു ചടങ്ങുകൊണ്ട് നെൽക്കതിര് സമർപ്പിക്കുന്ന ഒരു ചടങ്ങ്. ഭഗവാൻ ആദ്യം സമർപ്പിച്ചതിന് ശേഷം ഭക്തജനങ്ങൾക്ക് കൊടുക്കുന്ന ഒരു ചടങ്ങാണത്. ക്ഷേത്രത്തിലെ പ്രധാന പ്രത്യേകതകളിലൊന്നാണ് ഊട്ടുപുര. ഇവിടെ ഭക്തർക്ക് പ്രസാദമായി അന്നം നൽകുന്നു. ഒരേ സമയം ഏകദേശം 250 മുതൽ 300 പേർക്ക് ഇരുന്ന് ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യം ഊട്ടുപുരയിലുണ്ട്. അന്നപൂർണേശ്വരി ദേവിയുടെ വിഗ്രഹത്തിൽ കയ്യിൽ പാത്രം, തവി പോലുള്ള പാചക ഉപകരണങ്ങൾ കാണപ്പെടുന്നതും ഈ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകതയായി പറയപ്പെടുന്നു. ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഐതിഹ്യങ്ങളിൽ ഒരൈതിഹ്യം ഇപ്രകാരമാണ്. പഴയ കാലത്ത് ഇവിടെ ശ്രീകൃഷ്ണ ഭഗവാന്റെ ക്ഷേത്രമായിരുന്നു ഉണ്ടായിരുന്നതെന്നാണ് ഒരു ഐതിഹ്യം. പാർവതി മാതാവ് അന്നപൂർണേശ്വരി ദേവി രൂപത്തിൽ തൻ്റെ 2 സഹോദരി ദേവിമാരായ കളരിവാതുക്കൽ അമ്മയോടും മാടായിക്കാവ് അമ്മയോടും കൂടെ വിശ്വകർമ്മ നിർമ്മിച്ച സ്വർണ്ണ കപ്പലിൽ കാശിയിൽ നിന്ന് ഇവിടേക്ക് എത്തിയെന്നാണ് വിശ്വാസം. ശ്രീകൃഷ്ണ ഭഗവാനെ ദർശിക്കാനെത്തിയ ദേവി ആഴിത്തീരം അല്ലെങ്കിൽ 1000 തെങ്ങ് എന്ന സ്ഥലത്ത് വന്നിറങ്ങിയെന്നും പിന്നീട് തിരികെ കാശിയിലേക്ക് മടങ്ങിയില്ലെന്നും പറയപ്പെടുന്നു. അതിനാൽ ദേവിയെ കാശീപുരതീശ്വരി എന്നും വിളിക്കുന്നു. പിന്നീട് കൊളത്തിരി രാജാവ് ദേവിയോട് ഈ ദേശത്ത് തന്നെ വസിച്ച് ജനങ്ങൾക്ക് ഐശ്വര്യവും സന്തോഷവും അനുഗ്രഹവും നൽകണമെന്ന് പ്രാർത്ഥിച്ചു. ദേവി ആ അഭ്യർത്ഥന സ്വീകരിക്കുകയും അന്നപൂർണേശ്വരി രൂപത്തിൽ ചെറുകുന്നിലെ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ വസിക്കുകയും ചെയ്തുവെന്നാണ് ഐതിഹ്യം. മറ്റൊരു ഐതിഹ്യം ദേവിക്ക് ഈ പ്രദേശം വളരെ ഇഷ്ടപ്പെട്ടതിനാൽ തിരികെ പോകാൻ ആഗ്രഹിച്ചില്ലെന്നും മറ്റൊരു വിശ്വാസമുണ്ട്. അന്നത്തെ ക്ഷേത്രസ്ഥലം മണിയങ്കാട് ഇല്ലമായിരുന്നുവെന്നും പറയപ്പെടുന്നു. ഒരു ഭരണാധികാരിയുടെ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട ദേവി അവിടെ ക്ഷേത്രം നിർമ്മിക്കാനും ഇല്ലത്തുള്ളവരെ താൻ വിറകുകൊള്ളി എറിഞ്ഞ സ്ഥലത്തേക്ക് മാറ്റി പാർപ്പിക്കാനും നിർദ്ദേശിച്ചുവത്രേ. അങ്ങനെയാണ് അന്നപൂർണേശ്വരി ക്ഷേത്രം സ്ഥാപിതമായെന്നാണ് ഈ ഐതിഹ്യം. മറ്റൊരു ഐതിഹ്യം, ഒരിക്കൽ വളരെ ദരിദ്രനായ വിശന്നു വലഞ്ഞ ഒരാൾ അസമയത്ത് ക്ഷേത്രത്തിലെത്തി ഭക്ഷണം ആവശ്യപ്പെട്ടുവെന്നും ദേവിയുടെ അനുഗ്രഹത്താൽ അദ്ദേഹത്തിന് അത്ഭുതകരമായി ഭക്ഷണം ലഭിച്ചുവെന്നും വിശ്വസിക്കപ്പെടുന്നു. അതിനുശേഷം അസമയത്ത് ക്ഷേത്രത്തിലെത്തുന്ന ഭക്തർക്കായി ഭക്ഷണം തയ്യാറാക്കി വെക്കുന്ന ഒരു ആചാരം ആരംഭിച്ചുവെന്നാണ് പറയപ്പെടുന്നത്. ഈ പാരമ്പര്യം ഇന്നും തുടരുന്നുവെന്നാണ് വിശ്വാസം. ഈ ക്ഷേത്രത്തിലെ മറ്റൊരു പ്രത്യേകത, ക്ഷേത്രത്തിലെ പൂജാരി ക്ഷേത്രത്തിൽ തന്നെ താമസിക്കുകയും ക്ഷേത്രം അകത്തുനിന്ന് പൂട്ടുകയും ചെയ്യുന്നു എന്നതാണ്. ക്ഷേത്രത്തിൻ്റെ ഇരുവശങ്ങളിലും മനോഹരമായ പച്ചപ്പാർന്ന വയലുകൾ കാണാം. ക്ഷേത്രത്തിന് അഭിമുഖമായി നിൽക്കുമ്പോൾ ഇടതുവശം കണ്ണപുരം ഗ്രാമപ്രദേശവും വലതുവശം ചെറുകുന്ന് ഗ്രാമപ്രദേശവും എന്നാണ് പ്രാദേശികമായി പറയപ്പെടുന്നത്. കണ്ണപുരം പ്രദേശത്തുള്ള ശ്രീകൃഷ്ണ ഭഗവാന്റെ സങ്കല്പത്തെ കണ്ണപുരത്തപ്പൻ എന്നും ചെറുകുന്ന് പ്രദേശത്തുള്ള അന്നപൂർണേശ്വരി ദേവിയെ ചെറുകുന്നിലമ്മ എന്നും ഭക്തർ സ്നേഹത്തോടെ വിളിക്കുന്നു. ഈ ക്ഷേത്രത്തിലെ മേൽശാന്തി ആയി സംസാരിക്കുവാനായിട്ട് ഒരവസരം ലഭിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ശ്രവിക്കാം. ചെറുകുന്ന് അന്നപൂർണേശ്വരി ക്ഷേത്രം മേൽശാന്തി ഈശ്വരൻ ഭട്ടതിരി വഴിയത് ദേവിയുടെ പ്രതിഷ്ഠ ഇവിടെ നടത്തിച്ചു. അപ്പോൾ കൃഷ്ണനാണ് ഇവിടുത്തെ ആദ്യത്തെ പ്രതിഷ്ഠ. അപ്പോൾ ദേവി പിന്നെ ഇവിടെ അഗ്ഗശാലയിൽ വന്നിരുന്നതോടുകൂടെ അഗ്ഗശാല മാതാവ് ചെറുകുന്ന് അന്നപൂർണേശ്വരി എന്നറിയപ്പെടും. ഇവിടുത്തെ വിശേഷവിധികൾ നിത്യപൂജ, 2 ശ്രീകൃഷ്ണനും ഭഗവാനും കൂടെ ഒരു ദിവസം 7 പൂജയും 2 ദിവാരാധന, പിന്നെ നിത്യ ഗണോദ്യമമുണ്ട്.
വിശേഷവിധികൾ ഈ ചിങ്ങമാസത്തിൽ ഓണം, പുത്തരി, അഷ്ടമരോഹിണി മുതലായ വിശേഷങ്ങൾ ഉണ്ട്. കർക്കിടകത്തിൽ ഈ തിരുനിറ, ഇല്ലനിറ എന്ന് പറയും, തിരുനിറ. പിന്നെ മിഥുനമാസത്തിൽ അമ്മയുടെ പിന്നെ ജന്മദിനാണ്, അവിട്ടം നക്ഷത്രം. അതുപോലെ പിന്നെ തുലാവത്തിൽ നവരാത്രി, വിവിധ കലാപരിപാടികൾ, നിർമ്മാണ കാര്യങ്ങൾ, നിവേദ്യാധികാരങ്ങൾ ഒക്കെ ഗംഭീരമായി ആഡംബരമായി നടത്തി വരുന്നു. പിന്നെ വൃശ്ചിക മാസത്തിൽ പിന്നെ 30 ദിവസം ഈ തെയ്യമ്പാടി പാട്ട് എന്ന് ചടങ്ങുണ്ട്. അതിന് ദേവിയെ തിരുവായുധം എഴുന്നേൽച്ച് വെച്ച് അവിടെ പൂജ ചെയ്യുക ഈ 30 ദിവസം. പിന്നെ 41 ദിവസം ഒറ്റക്കലശം, 2 ദേവന്മാർ ഒറ്റക്കലശമുണ്ട്. പിന്നെ മേടമാസത്തിൽ വിഷുവിളക്ക് ഉത്സവം എന്ന് പറയും. 7 ദിവസത്തെ ഉത്സവമാണ് ഇവിടെ നടക്കാറുള്ളത്. അപ്പോൾ സംക്രമത്തിന് തലേന്ന് തിരുവത്താഴം വളക്കൽ എന്നൊരു ചടങ്ങുണ്ട്. ആ തിരുവത്താഴം വളക്കൽ ചടങ്ങോടുകൂടെ ഇവിടുത്തെ ഉത്സവാധികാരങ്ങൾക്കെല്ലാം സമാരംഭം കുറിക്കുകയായി. അപ്പോൾ ഉത്സവത്തിലെ പ്രത്യേകത ഇടമ്പ് ആനപ്പുറത്ത് എഴുന്നള്ളിപ്പ്, പിന്നെ ഓരോ ദേശത്തേക്കും എഴുന്നള്ളിച്ച് നാടുപറം വെപ്പ് എന്ന് പറയും, പറയെടുപ്പ്. ഓരോ ഭാഗത്തേക്കും, നാടിൻ്റെ ഓരോ ഭാഗത്തേക്കും ഓരോ ദിവസങ്ങളായി പോകും. അത് കഴിഞ്ഞ് വന്ന തിടമ്പ് നൃത്തം എന്നൊരു ചടങ്ങുണ്ട്. ഈ ദേവിയുടെ തിടമ്പ് നർത്തകൻ ശിരസിലേറ്റി നടനം ചെയ്യുന്ന ഒരു കർമ്മമാണ് തിടമ്പ് നൃത്തം എന്ന് പറയുന്നത്. അപ്പോൾ വാദ്യക്കാരും എഴുത്താളം ഇതെല്ലാം കൂടെ ഉള്ള ഒരു ചടങ്ങാണത്. തിടമ്പ് സ്വർണം, പുഷ്പം, മാലകൾ ഇതെല്ലാം കൊണ്ട് അലങ്കരിച്ച് സൗന്ദര്യമാക്കിയിട്ടുള്ള ആണ് ഈ തിടമ്പ്. ഉത്സവകാലത്ത് എഴുന്നള്ളിക്കുന്നതും തിടമ്പ് നൃത്തം ചെയ്യുന്നതും ദേവിയെ സൗന്ദര്യവതിയാക്കി ആണ് പുറത്തേക്ക് എഴുന്നള്ളിക്കുക. നാട് വലം വെച്ച് വന്നാൽ ഇവിടെ അടുത്ത് മടത്തരയാൽ എന്നൊരു സ്ഥലമുണ്ട്. അവിടെ എഴുന്നള്ളിച്ച് വെച്ച് നിവേദ്യം, തെയ്യമ്പാടി പാട്ട് എന്നീ കാര്യങ്ങൾ ചെയ്തു. അത് കഴിഞ്ഞ് ചിറവക്കത്ത് എത്തി ആണ് ഈ തിടമ്പ് നർത്തകൻ ആനപ്പുറത്ത് ഇറക്കി ഈ നർത്തകൻ ശിരസിലേക്ക് ദേവി വിഗ്രഹം പകർന്ന് നടനം ചെയ്ത് ഇവിടെ ചോയ്യമ്പലം എന്നൊരു ക്ഷേത്രമുണ്ട് അമ്പലത്തിന് മുമ്പ് തന്നെ. അവിടെ ദേവി വിഗ്രഹം എഴുന്നേൽച്ച് വെച്ച് അവിടെ തെയ്യമ്പാടി പാട്ട്, നിവേദ്യാദി കാര്യങ്ങൾ ഇതൊക്കെ കഴിഞ്ഞ് അവിടെ 3 താളവട്ടം, അതിൻ്റെ പിന്നെ ആ തറയുടെ മുകളിൽ ചെമ്പടവട്ടം നൃത്തം ചെയ്ത് ശ്രീകൃഷ്ണ ഭഗവാന്റെ നടയിലേക്ക് എഴുന്നേൽച്ച് കൊണ്ടുവരും. അവൻ്റെ നടയിൽ വെച്ചാണ് തിടമ്പ് നൃത്തം ആരംഭിക്കുന്നത്. തിടമ്പ് നൃത്തം ആദ്യത്തെ ചടങ്ങ് കൊട്ടിയുറയിക്കൽ എന്നൊരു ചടങ്ങാണ്. ആ കൊട്ടിയുറയിക്കൽ എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് വിചാരിച്ചാൽ ഈ ദേവനും നർത്തകനും തമ്മിൽ ുള്ള ഒരു പവർ, ഈ ദേവചൈതന്യം ഈ നർത്തകന്റെ ശിരസിലൂടെ ആ നർത്തക ദേഹം മുഴുവൻ അങ്ങ് ജ്വലിക്കുന്നതാണ് ഈ കൊട്ടിയുറയ്ക്കുന്ന രംഗം. പിന്നെ ഈ നർത്തകനും ദേവനും ഒരേ ചൈതന്യമായി മാറി പിന്നെ ഒരു എല്ലാം ആ ദേവനിൽ ലയിച്ച് അങ്ങനെ നടനം ചെയ്ത് പോകുന്ന ഒരു കർമ്മമാണ് ഈ തിടമ്പ് നൃത്തം. അതിമനോഹരമായിട്ട് ചടുലത വിടുന്ന ഒരു കർമ്മമാണ്. വ്രതാനുഷ്ഠാനം കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടുള്ള ഒരു കർമ്മമാണ് തിടമ്പ് നൃത്തം. അതിമനോഹരമാണ്. അത് 7 ദിവസം ഈ തിടമ്പ് നൃത്തം ഉണ്ടാകും. പിന്നെ ലാസ്റ്റ് ദിവസം കളത്തിലേരിയും പാട്ടും എന്ന കടമ്പുകളാണ് ഉത്സവം സമാപിക്കുക. ആ ലാസ്റ്റ് ദിവസം 7-ാം വിളക്കമാണ്. ഇന്ന് രാവിലെ ഈ വെടിക്കോട്ടയിൽ അമ്മയുടെ വിഗ്രഹം എഴുന്നേൽച്ച് വെച്ച് അവിടുന്ന് വെടിക്കെട്ടും കാര്യങ്ങളും നടത്തി അമ്മയെ കേൾപ്പിച്ച് അമ്മ തിരിച്ച് അകത്തേക്ക് എഴുന്നേൽച്ച് വരും. അതുപോലെ 2 നേരം 2 നേരം ആഹാരമുണ്ട്. ഉച്ചപൂജ കഴിഞ്ഞ ശേഷം ഭക്തജനങ്ങൾക്ക് അന്നദാനം കൊടുക്കുന്നു. രാത്രി അത്താഴ പൂജയ്ക്ക് ശേഷം അന്നദാനം കൊടുക്കുന്നു. അപ്പോൾ ഉച്ചപൂജക്ക് മുമ്പ് അത്താഴ പൂജക്ക് മുമ്പായി ഇലക്കനെ വിളിക്കുക, വഴിവൊക്കെ വിളിക്കുക എന്നീ ചടങ്ങുകളുണ്ട്. അപ്പോൾ ക്ഷേത്രം അരയാൽത്തറയിൽ ഈ പാല മുതൽ എഴുന്നള്ളി നിന്ന് ഈ ഇലക്കനെ 3 തവണ നീട്ടി വിളിക്കും. അപ്പോൾ ഇലയും കൊണ്ട് ആ വ്യക്തി അവിടെ അമ്പലത്തിനകത്തേക്ക് വരികയും മണിയങ്ങാട് ഇല്ലത്ത് തറവാട്ടുകാര ഈ അമ്പലത്തിൻ്റെ സ്ഥാനിക അവർ പിന്നെ ഭക്തജനങ്ങളെ വീട്ടിലേക്ക് വഴിവൊക്കെ വിളിക്കുക എന്ന ചടങ്ങാണ്. വിളിച്ച് ഭക്തജനങ്ങൾക്ക് ഭക്ഷണം വിളമ്പി കൊടുക്കുന്നു. മാന്യസ്ഥാനത്ത് ചടങ്ങുണ്ട്. ആ അമ്മയുടെ വാതിൽമാടത്തിൽ ഒരു മാന്യസ്ഥാനത്ത് ഒരു പലക അവിടെ ഒരു ബ്രാഹ്മണനെ എത്തി ഭക്ഷണം കൊടുത്ത് അതിനുശേഷം ബാക്കി ഭക്തജനങ്ങൾക്ക് എല്ലാവർക്കും അന്നപ്രസാദം നൽകും.
ഇനി മറ്റൊരു ക്ഷേത്രത്തിൻ്റെ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. നമസ്കാരം.